അല്ലച്ച് ആദ്യമായിട്ട് ചക്ക തൊട്ടതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഞങ്ങളിവിടെ ഫ്ലാറ്റിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പോഴാണ് അല്ലൂസ് ചക്ക അടുത്തുനിന്ന് കാണുന്നതും തൊടുന്നതൊക്കെ. ഇപ്പോഴാണ് അവൻ്റെ ഒരു ഏജ് കേട്ടോ, ഒക്കെ പറഞ്ഞ് മനസ്സിലാവുന്നൊക്കെ ഒരു ഏജ്. അപ്പോൾ ഇന്ന് ആക്ച്വലി ശരിക്കും ഞങ്ങൾ അവനായിട്ട് ഞാനൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. കുറേ നാൾക്ക് ശേഷം നാട്ടിലെത്തിയതാണ്. സോ എൻ്റെ നാട് എന്ന് പറയുന്നത് പക്ക ഒരു വില്ലേജാണ് കേട്ടോ. അപ്പോൾ അത് അല്ലൂച്ചായിട്ട് പോവാണ്. അല്ലൂസിനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഓരോന്ന് കാണുന്ന സമയത്ത് അതെന്താ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നേ. ഓൾറെഡി ഇപ്പം എന്ന് പറയുന്നത് ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെതും ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ സമയമാണല്ലോ അല്ലേ. ഇതൊക്കെ കണ്ടോ, ഇപ്പോൾ ഈ നമ്മൾ ഈ വാഴക്കൊലയൊക്കെ കാണുന്ന സമയത്ത് അവൻ ഈ ഷോപ്പിലല്ലേ കാണുന്നത്, പഴുത്തിട്ടുള്ളത് കാണുന്നത്. അപ്പം നേരിട്ട് കാണുന്ന സമയത്ത് അത് പറിച്ച് കഴിക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ളൊരു തോട്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാനും ഇപ്പോഴാണ് അതായത് ഇങ്ങനെ ഒരു ഫേസിലൊരാളെ കാണുന്നത്. അതായത് നമ്മൾ അല്ലൂച്ചിനെ തന്നെ ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് അത് കാണുമ്പോൾ നമുക്കേ ഒരു ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി നമുക്ക് തോന്നും കേട്ടോ. കാരണം അവർ എത്ര എക്സൈറ്റഡ് ആണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതാ ശരിക്കും പറഞ്ഞാൽ മുട്ടാമ്പിളി പറിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതിന് ഞങ്ങൾ മുട്ടാമ്പിളി എന്നാട്ടോ പറയാം. ഓക്കെ, ഓരോ സ്ഥലത്ത് ഓരോ പേരാണല്ലോ പറയാം അല്ലേ. ചില സ്ഥലത്ത് നൊട്ടങ്ങ, അങ്ങനെ പല പേരുകളില്ലേ. അപ്പോൾ ഇത് പറിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഞങ്ങളിങ്ങനെ വളപ്പിൽ അത്യാവശ്യം ഒരുപാട് സ്ഥലത്തായിട്ട് കുഞ്ഞു ഇതിൻ്റെ തൈകൾ ഉണ്ടാവും കേട്ടോ. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്. ഇപ്പം എനിക്ക് തോന്നുന്നു സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇതിൻ്റെ പാക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അല്ലേ. പക്ഷേ ഇത് ഞങ്ങൾ കുഞ്ഞിലെ തൊട്ടേ പറിക്കലും തിന്നലൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കാര്യം ഉമ്മയാണെന്നുണ്ടെങ്കിലും ആദ്യമേ എനിക്ക് എപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ മാറ്റി വെക്കുകയൊക്കെ ചെയ്യും. ആൻഡ് വയറുവേദനക്കും നമ്മളെ പ്രതിരോധത്തിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒരുപാട് ആൾക്കാർ ഇത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് തപ്പിയെടുക്കുക എന്നുള്ളതാണ് മാറ്റർ കേട്ടോ. അല്ലൂസ് കണ്ടില്ലേ, ഇതിലൂടെ നടക്കുന്ന സമയത്തൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയുണ്ട്. കാരണം ഇങ്ങനെയുള്ള വഴികളിലൂടെ നടന്നിട്ട് അവന് ശീലമില്ല കേട്ടോ. മുന്നേ ഇത് ആക്ച്വലി ഫുള്ളി റബ്ബർ തോട്ടമായിരുന്നേ. ആ റബ്ബർ തോട്ടം വെട്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെയുള്ള കുറച്ച് വാഴ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ കുറേ നമുക്ക് മുട്ടാമ്പിളി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വഴിയിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഈ അടക്ക അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ കാണുന്ന സമയത്ത് അല്ലൂസ് കണ്ടോ എങ്ങനെയാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും കാണുമ്പോഴും. അത് നേരിട്ട് കാണുന്നേ വേണമെന്ന് പറയാം. ഓക്കെ, ഇത് കണ്ടോ, ഇത് ഞങ്ങൾ ചെറുതിലൊക്കെ കൂളീരെ നഗെന്ന് പറയും. ഓക്കെ, നെയിലാക്കുന്നതാണ്. ആ നെയിലാക്കുന്നത് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടക്ക എടുത്തിട്ട് ഇത് തിന്നാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു അല്ലൂസ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, കാരണം അത്രയും അവന് ഇതൊന്നും ഫെമിലിയർ അല്ല കേട്ടോ, അതാണ് സംഭവം. അങ്ങനെ അടക്ക പറിച്ച് ലൈക്ക് അടക്കൊക്കെ പെരക്കി. അതുപോലെ മുട്ടാമ്പിളി കേട്ടോ, അവൻ്റെ കയ്യിൽ മുട്ടാമ്പിളി ഉണ്ട് കേട്ടോ. അതുപോലെ ഈ നെയിലില്ലേ, ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാനത് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നെയിലും എന്നോട് ചോദിക്കുന്നത് തിന്നാൻ പറ്റുമോ എന്നായിരുന്നു. ഇപ്പോഴാണ് ഈ ചക്ക തൊടുക കേട്ടോ. താഴെ അവൻ ആദ്യമായിട്ട് ചക്ക കാണുന്നത്. ആ ചക്കേൻ്റെ ഒരു മുള്ളുണ്ടല്ലോ, അപ്പോൾ അത് തൊട്ടപ്പോൾ ഒന്ന് പേടിച്ചതാണ്. അപ്പോൾ ഇതാ എനിക്ക് കുറച്ച് മുട്ടാമ്പിളി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ചല്ല കേട്ടോ, കുറച്ചധികം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് നോമ്പ് തുറന്ന് തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചതാണ്. ബാക്കിയൊക്കെ ഇവർ തന്നെ കിട്ടുക തിന്ന ആ രീതിയിലാണ്. പിന്നെ ഇത് കണ്ടിട്ടുണ്ടോ, ഇത് ഞങ്ങൾ ഭയങ്കര രസമാണ്. ഇത് ഊതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിനെന്താ പേര് പറയാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. നമ്മൾ ചെറുതിൽ നന്നായിട്ട് യൂസ് ആക്കലുണ്ട്. ഇങ്ങനെ വഴിയിലൊക്കെ പോകുമ്പോൾ ഇത് പറിക്കും, ഊതും. അപ്പം ഇപ്പം ഞാനത് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് എന്തോ നമ്മളൊരു വലിയ സംഭവമായി എന്നൊക്കെ തോന്നില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇതാ ഞാൻ വീട്ടിൽ പോയിട്ട് ഇവർക്ക് നെയ്യിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.